ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു maziyamisvlog. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്ന റെസിപ്പി മട്ടൻ റാനാണ്. മട്ടൻ റാൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസ് റെസിപ്പി കൂടി ഷെയർ ആക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റാൻ റെഡിയാക്കുന്നതിന് വേണ്ടി 8 ഉള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, ഇത് മൂന്നും മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മട്ടൻ റാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. മസാല പിടിക്കുന്നതിന് വേണ്ടി കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മട്ടൻ മസാലയാണ്. 1 ടീസ്പൂൺ മട്ടൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായി ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കണം. നന്നായി മാരിനേറ്റ് ചെയ്ത ശേഷം ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത് മിനിമം 12 hours ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. മട്ടൻ റാൻ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. റാൻ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുപ്പാറാൻ വയ്ക്കാം. ഒരു സ്റ്റീമറിലേക്ക് 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റീമറിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട, 2 ബേ ലീഫ്, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ജാതിപത്രി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റീമർ അടുപ്പിൽ വെച്ച് ബോയിൽ ചെയ്യാം. മട്ടൻ നന്നായി തണുപ്പാറി കിട്ടുമ്പോൾ സ്റ്റീം ചെയ്യുന്നതിന് വേണ്ടി റെഡിയാക്കിയെടുക്കാം. ഒരു വലിയ ഫോയിൽ പേപ്പറിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം.
മട്ടൺ പീസ് ഫോയിൽ പേപ്പറിൽ പ്ലേസ് ചെയ്യാം. എക്സസ് ഉള്ള മസാല മട്ടൺ പീസിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫോയിൽ പേപ്പർ നല്ല ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഫോയിൽ പേപ്പർ കൊണ്ട് ഫോൾഡ് ചെയ്തെടുത്ത മട്ടൺ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. ആദ്യം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. നന്നായി ആവി വന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലാക്കി 2 മണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കണം. ഇനി ഇതിന് വേണ്ട റൈസ് റെഡിയാക്കുന്നതിന് വേണ്ടി 2 കപ്പ് ബസുമതി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കണം. ഏകദേശം 20 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കണം. റൈസ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു പകുതി സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. മൂന്ന് വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി റൈസിന് വേണ്ട ഹോൾ സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബേ ലീഫ്, ഒരു ഡ്രൈഡ് ലെമൺ, ഒരു വലിയ കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ. മട്ടൺ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. റൈസ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു പോട്ട് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള 5 മിനിറ്റ് ഇതുപോലെ സോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അറബിക് മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് ബോയിൽ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് മട്ടൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഈ ഫോയിൽ പേപ്പറിൽ നിന്നും മട്ടൺ കുക്കായി കിട്ടിയ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. ഏകദേശം 1/2 കപ്പ് മട്ടൺ ബ്രോത്ത് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മട്ടൺ സ്റ്റീം ചെയ്തപ്പോൾ കിട്ടിയ 1/2 കപ്പ് മട്ടൺ ബ്രോത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ
2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം. ഇനി വെള്ളം ബോയിലാവാൻ തുടങ്ങുമ്പോൾ റൈസ് നന്നായി ഡ്രെയിൻ ചെയ്തെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നന്നായി ബോയിലായി 10 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ലോയിലാക്കി കുക്ക് ചെയ്തെടുക്കണം. ഇനി റൈസ് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് മട്ടൻ പീസ് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. എയർ ഫ്രയറിലിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ ഓവനിലോ ഗ്രില്ല് ചെയ്തെടുക്കാം. മട്ടൻ പീസ് എയർ ഫ്രയർ ബാസ്ക്കറ്റിലേക്ക് മാറ്റാം. ഇനി എക്സസ് ആയിട്ടുള്ള മസാല മട്ടൻ പീസിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മട്ടൻ പീസിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 200 ഡിഗ്രിയിൽ 4 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുക്കണം. ഒരു സൈഡ് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് കുറച്ചുകൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും 200 ഡിഗ്രിയിൽ 4 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മട്ടൻ റാൻ റെഡി ആയിട്ടുണ്ട്. റൈസിൽ കുറച്ച് വെള്ളം കൂടി ഡ്രൈ ആവാനുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് വെള്ളം ഡ്രൈ ആയി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊരു അറബിക് സ്റ്റൈലിലുള്ള റൈസാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഇപ്പോൾ റൈസ് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മട്ടൻ റാനും അറബിക് റൈസും ഒരുമിച്ച് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. മട്ടൻ റാനും അറബിക് റൈസും സെർവ് ചെയ്ത് വെച്ചത് കണ്ടിട്ട് എൻ്റെ മോള് ഓടി വന്നിട്ടുണ്ട്. കണ്ടോ, സ്റ്റീം കുക്ക് ചെയ്തെടുത്ത മട്ടൻ എത്ര സോഫ്റ്റ് ആണെന്ന്. അതിൻ്റെ ബോൺസിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. മട്ടൻ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഈ റൈസും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ റാൻ്റെയും അറബിക് റൈസിൻ്റെയും ഫൈനൽ ലുക്ക് ഇതാണ്. മട്ടൻ ബ്രോത്ത് യൂസ് ചെയ്ത് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് റൈസും നല്ല ടേസ്റ്റിയാണ്. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.